ഇനി കോവയ്ക്ക വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എരിവും പുളിയും ഒക്കെ നല്ല ബാലൻസ്ഡ് ആയിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കഴുകിയെടുത്ത കോവയ്ക്ക് 1/2 കിലോയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. നേരെ 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണേലും ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ കോവയ്ക്കായിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. വെള്ളം വാലാൻ വേണ്ടി വെക്കണം. വെള്ളമില്ലാതെ വേണം ചേർക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഈ സമയത്ത് പെരുവരാന്ന് പൊട്ടും. പിന്നെ കോവയ്ക്ക എടുക്കുന്ന സമയത്ത് പിഞ്ച് കോവയ്ക്ക എടുക്കാനായിട്ട് നോക്കണം. മൂത്ത കോവയ്ക്കാണെങ്കിൽ ഈ വഴറ്റുന്ന സമയത്ത് അതിൻ്റെ കുരുവെല്ലാം വെളിയിൽ ഇങ്ങനെ ഒരുപാട് വെളി വരും. അതുതന്നെയുമല്ല, പിഞ്ച് കോവയ്ക്കയിൽ ഈ കറി ചെയ്യുന്നതാണ് ടേസ്റ്റും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ കോവയ്ക്കായും ഒരുപോലെ വഴന്ന് കിട്ടണം. ഏകദേശം ഇതൊരു പകുതിയോളം വഴന്ന് വന്നിട്ടുണ്ട്, അതായത് വെന്ത് വന്നിട്ടുണ്ടെന്ന് വേണേൽ പറയാം. നന്നായിട്ട് വഴറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണയുണ്ട്. ഇനി ഒരല്പം കൂടി ഒഴിക്കേണ്ടി വരും. ഇനി ഇതിലോട്ട് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചി ഒരു 3/4 സ്പൂണോളം ചേർത്താൽ മതിയാവും, ഒത്തിരി വേണ്ട. കൂടെ തന്നെ ഒരു 4 വെളുത്തുള്ളി ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ഇളക്കണമെന്നില്ല. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നോട്ടെ. ഒരു 5 സെക്കൻഡ് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ചെറുള്ളി ചേർക്കാം. ചെറുള്ളി ഒരു 12ഓ 15ഓ ഒക്കെ ചേർക്കാം. 1-2 ഒക്കെ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. പെട്ടെന്ന് വഴന്നു വന്നോളും. ഉള്ളിയുടെ കളറ് മാറി വന്നിട്ടുണ്ട്. പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി 2 തക്കാളി എടുക്കുക, മീഡിയം സൈസ്, നല്ലവണ്ണം അരച്ച് അതുകൂടി ചേർക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ചേർക്കുക. ഈ ഒരളവിൽ ഒരു 1/4 അല്ല 1.5 സ്പൂണോളം ചേർക്കാം. മുളക് പൊടിയുടെ നേർപ്പാതിയായിട്ട് മല്ലിപ്പൊടി ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലവണ്ണം വഴന്ന് കിട്ടും. കൂടെ തന്നെ പൊടിയുടെ പച്ച ടേസ്റ്റും മാറിക്കിട്ടും. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരളവിൽ ചേർത്താൽ മതി. കറിക്ക് നല്ല കളർ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്താൽ നല്ല കളർ കിട്ടും. ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല, അപ്പോൾ മുളക് പൊടിയാണ് എരിവിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. ഇത് നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ സൈഡ് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നായിക്കോളും. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചേറെ കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർക്കാം. ഇനി വഴറ്റൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിൽ അരപ്പ് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം വരാനുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർക്കാം. കൂടെ തന്നെ 2-3 നുള്ള് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മൂടി വയ്ക്കാം. എണ്ണയൊക്കെ കുറേശ്ശെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഇനി വേകാനുണ്ട്. മൂടി വയ്ക്കാം. പെട്ടെന്ന് ചാറ് വറ്റിച്ചെടുക്കുവാണെങ്കിൽ കോവയ്ക്കയിൽ ഉപ്പും പുളിയും പിടിക്കില്ല. അതിന് ചെയ്യേണ്ടത്, കോവയ്ക്ക ചേർത്ത ഉടനെ തന്നെ നല്ലവണ്ണം വെട്ടി തിളയ്ക്കുമല്ലോ, 1 മിനിറ്റ് നേരം ഒന്ന് വെട്ടി തിളപ്പിക്കാൻ വിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലിടുക. തീ ഏറ്റവും കുറച്ചിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇത് പതുക്കെ വെന്താൽ മതി.
ഇത് പകുതി വെന്തമാണല്ലോ, അപ്പോൾ പുളിവെള്ളത്തിൽ തിളയ്ക്കുന്ന കാരണം വെന്ത് കുഴഞ്ഞൊന്നും പോകത്തില്ല. ഇത് ചെറിയ തീയിലിട്ട് തന്നെ കുറച്ച് നേരം എടുത്ത് തിളപ്പിച്ചാൽ മാത്രമേ ഇതിൽ ഉപ്പും പുളിയും പിടിക്കത്തുള്ളൂ. ഇതിപ്പോൾ സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ അല്പം ഒന്ന് കുറുകിയിട്ടുണ്ട്. അരപ്പൂടെ ചേരുമ്പോൾ കറക്റ്റ് പരുവത്തിലുള്ള ചാറായിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. കോവയ്ക്ക നല്ലവണ്ണം വെന്തതിന് ശേഷം അരപ്പ് ചേർക്കുക. അരപ്പെന്ന് പറയാനായിട്ട് തേങ്ങ മാത്രം അരച്ചിട്ടുള്ളൂ. വളരെ കുറച്ച് തേങ്ങ അരച്ചാൽ മതിയാവും. ഒരു 1/4 കപ്പോളം മാത്രം മതി. നന്നായിട്ട് അരച്ചെടുക്കണം, ഇല്ലെങ്കിൽ പിരിവിരാന്ന് കിടക്കും. നല്ലവണ്ണം അരച്ചെടുക്കുക എന്ന് മാത്രം. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലൊരല്പം കൂടി വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തേങ്ങ ചേർത്തതിന് ശേഷം ഒത്തിരി നേരം ഒന്നും വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടാവണം. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലവണ്ണം ചുറ്റിനും ഇങ്ങനെ തിള വരാനായിട്ട് കുമ്പള പോലെ വരില്ലേ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കറി ഉണ്ടാക്കുമ്പോൾ കഴിവതും നിങ്ങൾ പിഞ്ച് കോവയ്ക്ക നോക്കി എടുക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേനും അതിൻ്റെ കുരു എല്ലാം ഇങ്ങനെ വെളി വന്ന് ഒരുപാട് കുരു ഈ കറിക്കകത്ത് വരും. അത് കാണാനും ഒരു ഭംഗിയില്ല. ഇത് കണ്ടില്ലേ, സൈഡിലെല്ലാം നല്ല കുമ്പളയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് സെക്കൻഡ് നേരത്തേന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ആ ചൂടൊന്ന് കുറയ്ക്കുക. അപ്പോൾ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞ പോലൊന്നും വരില്ല. കറി തണുത്ത് വരുമ്പോഴത്തേന് കുറേശ്ശെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞും വരും മുകളിൽ. ഇതിലിപ്പോൾ ഉപ്പും പുളിയും എരിവും ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട് ഈ കറി. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തന്ന് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് തരാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.